നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പോലീസ് എല്ലാ മുറിയിലും കയറി പരിശോധിക്കും. അപ്പൊ പിന്നെ എന്നെ കാണൂലേ? കണ്ടാ പിന്നെ നമ്മുടെ പ്ലാൻ നടക്കോ? സത്യ, ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഒന്ന് വേഗം പറ സത്യ. ഞാൻ ആലോചിക്കുക പപ്പി എവിടെ ഒളിപ്പിക്കുന്നേന്ന്. നീയല്ലേ ഞങ്ങളുടെ പപ്പി മോളെ തട്ടിക്കൊണ്ട് പോയത്? ഞാനോ? ഞാൻ എന്തിനാ എന്റെ മോളെ തട്ടിക്കൊണ്ട് വരുന്നേ? നിന്റെ മോളോ? എടിയാതെ എന്റെ മോൻ രോഹിത്തിന്റെ കുട്ടിയാ. ആ ബന്ധം കഴിഞ്ഞേ ഉള്ളൂ. കൊച്ചിന്റെ അമ്മയാണെങ്കിലും അമ്മ വീട്ടുകാരാണെങ്കിലും. അങ്ങനെ അങ്ങ് പറഞ്ഞ് കേറി പോലെ സത്യാമ്മേ. നിങ്ങൾക്കുള്ള അതേ അവകാശവും അധികാരവും പപ്പിമോളുടെ കാര്യത്തിൽ ഞങ്ങൾക്കും ഉണ്ട്. ഓ അങ്ങനെയാണോ? എങ്കിൽ പോലീസ് വരട്ടെ. ബന്ധം പറഞ്ഞ് കൊച്ചിനെ തടഞ്ഞു വെച്ചിരിക്കുന്ന കളക്ടർ എമാത്തിയെ അറസ്റ്റ് ചെയ്തോണ്ട് പോകുമ്പോഴേ താൻ ഈ ബന്ധത്തിന്റെ കാര്യവും പറഞ്ഞ് ഇവിടെ അങ്ങ് ഇരുന്നോണ്ടാ മതി. അമ്മേ, എന്റെ അമ്മ ഇങ്ങനെയൊക്കെയാണോ ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ വരുന്നേ? വെറുതെ അതും ഇതും പറഞ്ഞ് വാക്കേറ്റം നടത്തി പോവാനാ നമ്മൾ ഇവിടെ വന്നേ. പപ്പി മോൾ ഇവിടെ ഇല്ലാന്ന് അവര് പറഞ്ഞു കഴിഞ്ഞില്ലേ? മര്യാദയുടെ ഭാഷയിലൊക്കെ ഇവറ്റകളോട് സംസാരിക്കാൻ നിന്നാ കൊച്ചിനെ വിട്ടുതരുന്നാണോ നീ വിചാരിച്ചേക്കുന്നത്? ഇവര് പറഞ്ഞ അറിവല്ലേ നിനക്കുള്ളൂ. നീ അകത്ത് കയറി നോക്കിയോ അവിടെ ഉണ്ടോ ഇല്ലയോന്ന്? സത്യമേ, ഞങ്ങൾ പറഞ്ഞില്ലേ പപ്പിമോൾ ഇവിടെ ഇല്ല. പിന്നെ എന്തിനാ ഇങ്ങനെ വന്നു നിന്ന് ഒച്ച വെക്കുന്നേ? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? തെറ്റ് ചെയ്തത് നിങ്ങളാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. തെറ്റ് ചെയ്തത് ഇവിടാ, ഡിസ്ട്രിക്ട് കളക്ടർ. എന്റെ പപ്പിമോളെ ഇവിടെ എവിടെയോ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുക. വിഷ്ണുവിന്റെയും കാർത്തികയുടെയും കല്യാണം മുടക്കാൻ വേണ്ടി. ഇവളത് ചെയ്യും. ഒന്നും നടക്കാതെ പോയപ്പോ ഇവളുടെ അവസാനത്തെ അടവാ പുറത്തെടുത്തിരിക്കുന്നത്. സത്യമേ, ഞാൻ അച്ഛാ വേണ്ട, ഞാൻ സംസാരിക്കാം. സത്യമേ, കല്യാണം മുടക്കം പപ്പിമോളെ ഉപയോഗിക്കേണ്ട കാര്യം എനിക്കില്ല. ഇത്തരം തരം താണ രീതിയിൽ ദയവേത് എന്നെ കാണരുത്. ഓ പിന്നെ അമ്മേ നിർത്ത്. ഷള്ളി, പിന്നെ പപ്പിമോൾ എവിടെ പോയി? വീട് മാറി നിൽക്കാൻ പപ്പിമോൾക്ക് ആഗ്രഹമുള്ള ഒരു വീട് ഇതാ. സത്യമോളുടെ ഒപ്പം ഒരു ദിവസം നിൽക്കണമെന്നുള്ള ആഗ്രഹം എത്രയോ പ്രാവശ്യം പപ്പിമോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടെയും കൂടി ഇല്ലാത്ത സ്ഥിതിക്ക് അല്ല, സത്യമോൾ ഇവിടെ ഇല്ലേ? ആ ഉണ്ട്. എടാ, ഇവളിൽ നിന്നൊക്കെ സത്യസന്ധമായ ഒരു മറുപടി ഒന്നും നമുക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉള്ള സത്യം ഇട്ട് പറയത്തുമില്ല. ഒന്ന് കേറി നോക്കടാ, ഇതിനകത്ത് എവിടെയാ അവൾ എന്റെ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന്. എങ്കിലും ഒന്ന് കാണണമല്ലോ. സത്യാമേ, കാര്യം നിങ്ങൾക്ക് കാശുണ്ട്, ആളുണ്ട്, പറയുന്നത് കേൾക്കാനും ചെയ്യാനും മക്കളും ഉണ്ടായിരിക്കാം. പക്ഷേ ഇതെന്റെ വീടാ. എന്റെ അനുവാദം ഇല്ലാതെ ആരെങ്കിലും ഒരാൾ ഇതിൽ കേറിയ പിന്നെ ഗോപാലകൃഷ്ണൻ കിടക്കുന്ന സെൻട്രൽ ജയിലിലായിരിക്കും. എന്റെ മകളുടെ കുട്ടിയെ ശ്രദ്ധിക്കാതെ വീട്ടിൽ നിന്ന് തനി ഇറക്കി വിട്ടിട്ട് ആ കുറ്റം എന്റെ മൂത്ത മോളുടെ തലയിൽ വെക്കാൻ വേണ്ടി കച്ചകെട്ടി വന്ന് നിൽക്കുന്ന ഒറ്റ ഒരുത്തനും നേരെ ചൊവ്വേ ഈ വീട്ടിൽ നിന്ന് പോയില്ല. നിങ്ങള് അച്ഛാ, ഞാൻ പറഞ്ഞു, ഒരു ബഹളത്തിനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്തിനാ മോനെ ഇങ്ങനെയൊക്കെ പറയുന്നേ? പപ്പിമോളെ കണ്ടുപിടിക്കേണ്ടത് ഞങ്ങളുടെയും കൂടി ആവശ്യമല്ലേ? ഞങ്ങളുടെ മോളുടെ കുട്ടിയല്ലേ അവള്. അവൾ ഇവിടെ ഇല്ല. അവളെ ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ട് ഈ കാണുന്ന ഓട്ടം മുഴുവൻ ഞങ്ങൾ ഓടുമായിരുന്നോ? ഇത് ഞങ്ങൾക്ക് കൂടി ബോധ്യപ്പെടണ്ടേ? നമ്മൾ പറയുന്നതൊന്നും വിശ്വസിക്കാൻ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ അവർക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യട്ടെ അമ്മേ.
ചെയ്ത് കാണിക്കട്ടെ. നമുക്കറിയാലോ നമ്മളെ. വിഷ്ണുട്ടാ, പപ്പി മോളെ തെരഞ്ഞു ഞാൻ ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾ വന്നത്. അകത്ത് മോളെ ഒളിപ്പിച്ചിരുത്തിയിട്ട് അങ്ങനെ ആരെങ്കിലും തെരഞ്ഞു നടക്കോ? ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക സത്യമ്മയ്ക്ക്. ഇത് ഒരു നടക്കൊന്നും പോകുന്ന ലക്ഷണമില്ല. പോലീസ് വരട്ടെ, അവര് കയറട്ടെ. അവര് കയറി കൊച്ചിനെ തപ്പിയെടുക്കുമ്പോ കളക്ടറമ്മ കൈയൊന്ന് നീട്ടിക്കൊടുത്താ മതി, ആഭരണം ഒന്ന് അണിയിക്കാൻ വേണ്ടി. അതെ, കളക്ടർ ആണെങ്കിലും DGP ആണെങ്കിലും തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടും. അതിനുള്ള വകുപ്പും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടാ ഞാൻ ഈ പടി കയറിയിരിക്കുന്നത്. നിന്നെ ഇവിടുന്ന് കയ്യാമം വെച്ചുകൊണ്ട് ഈ നാട്ടുകാർ കാണുകെ കൊണ്ടുപോണം. അതിവിടുന്ന് ഞാൻ നടത്തിയിട്ടേ ഈ മുറ്റം വിട്ടു പോവും. വെള്ളം എടുത്തില്ലേ? ഇല്ല, അവിടെ സത്യാമ്മയും ബിഗ് ഫ്രണ്ട് ഒക്കെ വന്നിട്ടുണ്ട്. പപ്പി തിരക്കാ വന്നേക്കുന്നേ. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും സത്യ? പോലീസ് എല്ലാ മുറിയിലും കയറി പരിശോധിക്കും. അപ്പൊ പിന്നെ എന്നെ കാണൂലേ? കണ്ടാ പിന്നെ നമ്മുടെ പ്ലാൻ നടക്കോ? സത്യ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒന്ന് വേഗം പറ സത്യ. ഞാൻ ആലോചിക്കുക പപ്പി എവിടെ ഒളിപ്പിക്കുന്നേന്ന്. ഒരു വഴിയുണ്ട്. എന്താ? അല്ലെങ്കിൽ വേണ്ട, അത് പറ്റില്ല. അവിടെ പഴയ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടിരിക്കുക. ഇങ്ങനെ ആലോചിച്ചിരിക്കാതെ അവരിപ്പൊ കേറി വരും. ആ, പിന്നൊരു മുറിയുണ്ട്. അവിടേക്ക് പെട്ടെന്ന് ആരും തുറന്നു വരൂല. ഞാൻ നോക്കട്ടെ ആരെങ്കിലും ഉണ്ടോന്ന്. പപ്പി വാ. അയ്യോ പപ്പി, അകത്തേക്ക് പോ. വാ വാ വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.